ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഭഗവാന്റെ താടകാനിഗ്രഹമാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് അഹല്യാമോക്ഷമാണ്. അങ്ങനെ താടകയെ വധിച്ചതിനു ശേഷം ഭഗവാൻ ശ്രീരാമചന്ദ്രനും അനുജൻ ലക്ഷ്മണനും വിശ്വാമിത്ര മഹർഷിയും മുമ്പോട്ട് നടന്ന് നീങ്ങുകയാണ്. അങ്ങനെ അവർ 3 പേരും അതിസുന്ദരമായ ഒരു വനപ്രദേശത്ത് എത്തിച്ചേർന്നു. അപ്പോൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ വിശ്വാമിത്ര മഹർഷിയോട് ചോദിക്കുകയാണ്, മാമുനി, എത്ര മനോഹരമായ ഒരു വനപ്രദേശമാണ് ഇത്. ഇതാരുടെ വനപ്രദേശമാണ്, ഇതാരുടെ ഭാഗമാണ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ വിശ്വാമിത്ര മഹർഷി പറയുകയാണ്, ഈ വനത്തിന് ഇത്രയും സൗന്ദര്യം വന്നത് ഇത് ഗൗതമ മുനി തപസ് ചെയ്തിരുന്ന പ്രദേശമായിരുന്നത് കൊണ്ടാണ്. എന്നിട്ട് ഗൗതമ മുനിയുടെ കഥ വിശ്വാമിത്ര മഹർഷി ശ്രീരാമചന്ദ്രനും അനുജൻ ലക്ഷ്മണനുമായി പറഞ്ഞു കൊടുക്കുകയാണ്. വളരെ ഉന്നതമായ തമോ ഗുണങ്ങളുള്ള ഒരു മുനിശ്രേഷ്ഠനായിരുന്നു ഗൗതമ മുനി. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു അഹല്യാദേവി. അതിസുന്ദരിയായ ദേവിയായിരുന്നു അഹല്യാദേവി. അതിസുന്ദരി എന്ന് പറഞ്ഞാൽ വർണ്ണിക്കാൻ പറ്റില്ല, അത്രത്തോളം സൗന്ദര്യമുള്ള ആളായിരുന്നു അഹല്യാദേവി. വിവാഹം കഴിഞ്ഞ് കുറച്ച് നാൾ ഗൗതമ മുനിയും അഹല്യാദേവിയും വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചു. അതിനുശേഷം ഒരു കഠിന ബ്രഹ്മചര്യത്തിലേക്ക് ഗൗതമ മുനി പോവുകയാണ്. ഗൗതമ മുനിയുടെ ഉദ്ദേശം ഇന്ദ്രനെ പോലെ ആവുക എന്നുള്ളതാണ്. അപ്പോൾ ഭീകരമായ ഒരു ബ്രഹ്മചര്യം, അങ്ങനെയാണ് വാൽമീകി രാമായണത്തിൽ പറയുന്നത്. അതായത് സ്ത്രീകളെ നോക്കുന്നതിനും അവരോട് സംസാരിക്കുന്നതിനും എല്ലാ കാര്യത്തിനും ഭീകരമായ നിയന്ത്രണമാണ്. ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് അധിക കാലമൊന്നും ആയില്ല. ആ സമയത്താണ് ഗൗതമ മുനി അഹല്യാദേവിയോട് ഇങ്ങനെയൊരു വിവരം പറയുന്നത്. അതായത്, ഞാൻ വലിയ ഒരു ബ്രഹ്മചര്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദേവി അതനുസരിച്ചിട്ട് വർത്തിക്കണം, അതിനു വേണ്ട സഹായങ്ങൾ ചെയ്യണം. പതിവ്രതയായ ദേവി അതനുസരിച്ചു. അദ്ദേഹം പറയുന്നതിനനുസരിച്ചിട്ട് പ്രവർത്തിച്ചു. ആ സമയത്താണ് ദേവേന്ദ്രന് മനസ്സിലാകുന്നത് അതികഠിനമായ ഒരു ബ്രഹ്മചര്യത്തിലേക്കാണ് ഗൗതമ മുനി പോകുന്നത്. അദ്ദേഹം ഇങ്ങനെ പോയാൽ ചിലപ്പോൾ എൻ്റെ സ്ഥാനം പോലും നഷ്ടപ്പെടും. അങ്ങനെ ദേവേന്ദ്രൻ ചിന്തിക്കുകയാണ്, എങ്ങനെയാണ് ഗൗതമ മുനിയുടെ ഈ ബ്രഹ്മചര്യത്തിന് ഒരു ഭംഗം വരുത്തുന്നത്. ബ്രഹ്മചാരിയായിരിക്കുന്ന ഒരാൾ സകല നിയന്ത്രണങ്ങളും, ഇന്ദ്രിയ നിയന്ത്രണങ്ങൾ പോലെ തന്നെ ദേഷ്യം, കാമം, സന്തോഷം, ഇതിനെല്ലാം നിയന്ത്രണങ്ങൾ ഉണ്ടാകണം. അപ്പോൾ ഇതൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് ഇല്ലാതാക്കണം. അതിനുവേണ്ടി എന്തു ചെയ്യുമെന്ന് ദേവേന്ദ്രൻ ആലോചിച്ചു. അപ്പോഴാണ് ദേവേന്ദ്രന് അഹല്യാദേവിയുടെ കാര്യം ഓർമ്മ വന്നത്. വാൽമീകി മഹർഷി പറയുന്നത്, അഹല്യാദേവിക്ക് വിവാഹം കഴിഞ്ഞിട്ട് കുറച്ചു കാലമേ ആയുള്ളൂ. അതുകൊണ്ട് തന്നെ ഭർത്താവായ ഗൗതമ മുനിയുടെ ഈ പ്രവൃത്തി മനസ്സുകൊണ്ട് വലിയ തൃപ്തിയില്ല. പക്ഷേ ഭർത്താവായതുകൊണ്ട് അനുസരിച്ചേ മതിയാകൂ. ഒരു തൃപ്തിക്കുറവിലാണ് അഹല്യാദേവി ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് വാൽമീകി രാമായണത്തിൽ പറയുന്നത്. അഹല്യാദേവിയുടെ ഈ മനസ്സിൻ്റെ ചാഞ്ചല്യം മനസ്സിലാക്കിയ ഇന്ദ്രദേവന് ഇതാണ് പറ്റിയ അവസരമെന്ന് ചിന്തിച്ചു. അങ്ങനെ ഗൗതമ മുനി പ്രഭാതവന്ദനത്തിന് പോയ സമയം നോക്കി
ദേവേന്ദ്രൻ ഗൗതമ മുനിയുടെ വേഷം ധരിച്ച് അഹല്യാദേവിയുടെ അടുത്തേക്ക് എത്തുകയാണ്. അഹല്യാദേവി ചോദിക്കുന്നു, അങ്ങിപ്പോൾ പോയതല്ലേ ഉള്ളൂ, പെട്ടെന്ന് എന്താണ് തിരിച്ചു വന്നത്? അപ്പോൾ ദേവേന്ദ്രൻ കാമപരവശനായി അഹല്യാദേവിയെ സ്പർശിക്കുന്നു. ആ സ്പർശനത്തിലൂടെ ഒരുപാട് തപശക്തിയുള്ള ആളാണ് അഹല്യാദേവി. ആ സ്പർശനത്തിലൂടെ അഹല്യാദേവിക്ക് മനസ്സിലാകുന്നു ഇത് ഗൗതമ മുനി അല്ല. അഹല്യാദേവി ആ കൈ തട്ടി മാറ്റിയിട്ട് ചോദിക്കുകയാണ്, അങ്ങ് ആരാണ് എന്ന് ചോദിക്കുന്നത്. അപ്പോൾ രാക്ഷസന്മാരൊക്കെ ആ കാട്ടിലൊക്കെ ഉണ്ട്, അങ്ങനെ ആരെങ്കിലും വന്നതാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. ആ സമയത്ത് ദേവേന്ദ്രൻ തൻ്റെ സ്വരൂപം കാണിച്ചു കൊടുക്കുന്നു. അതിസുന്ദരനായ ഒരു യുവാവിൻ്റെ രൂപത്തിലാണ് ദേവേന്ദ്രൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. ഇത് കണ്ടപ്പോൾ അഹല്യാദേവിയുടെ മനമിളകി എന്നാണ് വാൽമീകി രാമായണത്തിൽ പറയുന്നത്. ഇന്ദ്രൻ മധുരവചനം കൊണ്ട് അഹല്യാദേവിയെ കീഴ്പ്പെടുത്തിയെന്നും അഹല്യാദേവിയെ ഇന്ദ്രൻ പ്രാപിച്ചുവെന്നും പറയുന്നു. അതിനുശേഷമാണ് ഗൗതമ മുനി അവിടേക്ക് വരുന്നത്. വന്ന ഉടനെ തന്നെ ഗൗതമ മുനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നു. അദ്ദേഹത്തിൻ്റെ തപശക്തിയാൽ എന്താണ് അവിടെ നടന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു. അദ്ദേഹം ഇന്ദ്രനെ ശപിക്കുന്നു. ഇന്ദ്രൻ്റെ ശക്തികൾ നശിക്കട്ടെ, അതായത് പുരുഷ സഹജമായ അദ്ദേഹത്തിൻ്റെ കഴിവുകളെല്ലാം നഷ്ടപ്പെടട്ടെ എന്നാണ് ഇന്ദ്രനെ ശപിക്കുന്നത്. ദേഷ്യം വന്നിട്ടാണ് ശപിക്കുന്നത്. അതുപോലെ തന്നെ തൻ്റെ പത്നിയായ അഹല്യയെയും ശപിക്കുന്നു. മുനിയുടെ ശാപത്താൽ അഹല്യാദേവി ഒരു ശിലാരൂപത്തിലേക്ക് മാറുന്നു. അഹല്യാദേവി കരഞ്ഞുകൊണ്ട് ഗൗതമ മുനിയെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, അങ്ങനെ രക്ഷിക്കണം. തപസ് ചെയ്തുകൊള്ളാനാണ് ഗൗതമ മുനി പറയുന്നത്. പക്ഷേ തൻ്റെ സ്വരൂപത്തിലിരുന്ന് ആ കാട്ടിൽ തപസ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം അതിഭീകരമായ സൗന്ദര്യമാണ് അഹല്യാദേവിക്ക്. വീണ്ടും വീണ്ടും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ടാണ് ശിലാരൂപത്തിലേക്ക് ഗൗതമ മുനി അഹല്യയെ മാറ്റിയത്. എന്നിട്ട് പറഞ്ഞു, തപസ് ചെയ്തുകൊള്ളൂ എന്ന് പറഞ്ഞു. എങ്ങനെയാണ് എനിക്ക് ശാപത്തിൽ നിന്നും മോക്ഷം ലഭിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ, തപസ് ചെയ്തുകൊള്ളൂ, ത്രേതായുഗത്തിൽ പ്രഭു നാരായണൻ അയോധ്യയിൽ ദശരഥൻ്റെ പുത്രനായി ജനിക്കുമെന്നും അദ്ദേഹം ഇവിടെ എത്തുമെന്നും അദ്ദേഹത്തിൻ്റെ പാദസ്പർശത്താൽ അഹല്യാദേവിക്ക് മോക്ഷം ലഭിക്കുമെന്നും ഗൗതമ മുനി പറയുന്നു. അതിനുശേഷം ഗൗതമ മുനി ഹിമാലയത്തിലേക്ക് യാത്രയായി എന്നാണ് പറയുന്നത്. അപ്പോൾ ദേഷ്യമാണ്, അതിഭീകരമായ ദേഷ്യമാണ് ഗൗതമ മുനിക്ക് ആ സമയത്ത് വന്നത്. അദ്ദേഹം ശപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ ധർമ്മപത്നിയുടെ ആ വ്രതം അതും നശിക്കുന്നു. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ആ കഠിനമായ ബ്രഹ്മചര്യാവ്രതം നശിച്ചു. അങ്ങനെ ഇന്ദ്രന് സമാധാനവുമായി. അങ്ങനെയാണ് അഹല്യാദേവി വർഷങ്ങളായി അല്ലെങ്കിൽ യുഗങ്ങളായി ഭഗവാൻ ശ്രീരാമചന്ദ്രനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ശിലയുടെ രൂപത്തിൽ അവിടെ തപസ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. എന്നിട്ട് വിശ്വാമിത്ര മഹർഷി ആ ശില ശ്രീരാമചന്ദ്രന് കാണിച്ചു കൊടുക്കുന്നു. അദ്ദേഹം ആ ശിലയിൽ തൻ്റെ പാദം കൊണ്ട് സ്പർശിച്ചപ്പോൾ അഹല്യാദേവിക്ക് മോക്ഷം ലഭിക്കുകയും അഹല്യാദേവി പൂർവ്വരൂപത്തിലേക്ക് വരികയും ചെയ്തു. അഹല്യാദേവി ശ്രീരാമചന്ദ്രനെ നമസ്കരിച്ചു. പ്രഭു നാരായണൻ്റെ അനുഗ്രഹം അഹല്യാദേവിക്ക് ഉണ്ടായി. ഇതാണ് അഹല്യാമോക്ഷം. ഇങ്ങനെയാണ് വാൽമീകി രാമായണത്തിൽ
പറയുന്നത്. എല്ലാവർക്കും കഥ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നാമം ചൊല്ലുക. ഹരേ കൃഷ്ണ.